പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാറിന് ജാമ്യമില്ല. ക്രൈംബ്രാഞ്ചിന്റെ വാദം ശരിവെച്ച ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, മുൻകൂർ ജാമ്യം നേരത്തെ തള്ളിന്ന് ഇപ്പോൾ ഇതാ അതിന് ശേഷവും ജാമ്യം തള്ളിയിരിക്കുകയാണ്. തുടർ നടപടികൾ എന്തെല്ലാമാവും? മാർഷൽ, KN ആനന്ദകുമാറിന് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഹൈക്കോടതി വേനൽ അവധിക്ക് അടയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു ജാമ്യ ഹർജിയുമായി എത്തുക എന്നത് അല്പം കൂടി വൈകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ജയിലിൽ തുടരേണ്ടി വരും എന്നത് തന്നെയാണ് KN ആനന്ദകുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുന്നത്. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഈ ജാമ്യ ഹർജിയിലെ വാദം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിൽ കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം എന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ KN ആനന്ദകുമാറിന് അറിവുണ്ടായിരുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കോടതി എടുത്തു കാട്ടിയത് ഈ NGO കോൺഫെഡറേഷന്റെ ഒരു ഡീഡാണ്. ആ ഡീഡിൽ തന്നെ പറയുന്നു ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുന്നതിനുള്ള അവകാശം ഈ ആനന്ദ് കുമാർ ഉൾപ്പെടുന്ന ആ NGO കോൺഫെഡറേഷൻ അനന്തു കൃഷ്ണന് നൽകുന്നു എന്നത് ആ ഡീഡിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനന്ദ് കുമാർ അറിയാതെയാണ് ഈ പരിപാടികൾ എന്നത് അവിശ്വസനീയമാണ്. അതോടൊപ്പം തന്നെ ഈ പാതിവിലയുമായി ബന്ധപ്പെട്ട സ്കൂട്ടർ വിതരണത്തിലടക്കം വിവിധ പരിപാടികൾ KN ആനന്ദകുമാർ പങ്കെടുത്തിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ശക്തമായ എതിർപ്പ് ജാമ്യത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്തിരുന്നു. ആ വാദങ്ങൾ കൂടി ശരിവെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് 2 കേസുകളിലായിരുന്നു ആനന്ദകുമാർ ജാമ്യ ഹർജി നൽകിയിരുന്നത്. പക്ഷേ ഈ കേസുകളിൽ ജാമ്യം കിട്ടിയാൽ പോലും ആനന്ദകുമാറിന് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. നിരവധി കേസുകളിൽ ആനന്ദകുമാർ പ്രതിയാണ്. കൂടുതൽ കേസുകളിൽ ആനന്ദകുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നത് ഇപ്പോൾ ജയിലിലാണ്, തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് KN ആനന്ദകുമാർ ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഇതുവരെ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ആനന്ദകുമാർ മുൻകൂർ ജാമ്യ ഹർജി നൽകുന്ന സമയത്ത് അത് നിഷേധിക്കപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടന്നിരുന്നു. അവിടെ പോലീസ് പെട്ടെന്ന് എത്തിയിട്ടാണ് ജയിലിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന ആനന്ദകുമാറിന് ഇനി നിരവധി കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാത്തത്.